എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് ഇന്ന് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ട് മലയാള ചിത്രങ്ങൾ റിലീസായ ദിവസമാണ്. ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ നരിവേട്ടയും ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും ഇന്നായിരുന്നല്ലോ റിലീസായത്. രണ്ട് ചിത്രങ്ങളുടെയും ആദ്യ ദിവസത്തെ കളക്ഷൻ, അതോടൊപ്പം ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ 15ാം ദിവസത്തെ കളക്ഷൻ, കനത്ത ഡീഗ്രേഡിങ്ങിനും അതിജീവിച്ചുകൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത മമ്മൂക്കയുടെ ടെർബോ സിനിമയുടെ അപ്ഡേറ്റ്, ഇതെല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ്, ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തി സുരാജ് വെഞ്ഞാറമ്മോടുകൂടി ലീഡ് റോളിലെത്തിയ നരിവേട്ട എന്ന സിനിമ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് ഗംഭീര അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ന് 7 മണിക്ക് ശേഷം, വൈകുന്നേരം 7 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ 4570 ടിക്കറ്റുകൾക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പേരിൽ ബുക്ക് മൈ ഷോയിൽ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുമ്പോൾ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 629 ഷോകളാണ്. ഓഡിയൻസായി ഇന്ന് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 52,000-ൽ പരം പ്രേക്ഷകരാണ്. 30% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ ഇന്ന് ഇതുവരെ 7 ഹൗസ്ഫുൾ ഷോകളും 18 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 56 ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന് വേണ്ടി ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ചിത്രത്തിന്റെ ട്രാക്ക്ഡ് ഗ്രോസ് എന്ന് പറയുന്നത് 83 ലക്ഷം രൂപയാണ്. അതായത് നരിവേട്ട എന്ന ടൊവിനോ തോമസ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം 1,20,00,000 മുകളിൽ സ്വന്തമാക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട റിലീസായ സോഫിയ പോൾ നിർമ്മിച്ച, അതായത് ഹിറ്റ് സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സോഫിയ പോൾ പുതിയൊരു ചിത്രവുമായി മലയാളത്തിലേക്ക് വീണ്ടും എത്തിയപ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമാ പ്രേമികൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രത്തിന് വേണ്ടി കാത്തിരുന്നത്. ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ച അഭിപ്രായം ചിത്രം നേടിയെടുത്തിരുന്നു. നിലവിൽ ചിത്രത്തിന്റെ പേരിൽ കേരളത്തിൽ ഇതുവരെ ട്രാക്ക് ചെയ്ത ഷോ കൗണ്ടുകളുടെ എണ്ണം 307 ആണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 20,000-ന് മുകളിലുള്ള പ്രേക്ഷകരാണ്. 31% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ 2 ഹൗസ്ഫുൾ ഷോകളും 15 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 26 ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന് വേണ്ടി ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള കേരള ട്രാക്ക്ഡ് ഗ്രോസ് 34 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചിത്രം ഏകദേശം ആദ്യ ദിവസം 50 ലക്ഷത്തിന് മുകളിൽ ആദ്യ ദിവസം സ്വന്തമാക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ധ്യാനിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കേരള കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രമായിരിക്കും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ദിലീപ്, ധ്യാൻ, മഞ്ജു പിള്ളൈ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി 15ാം ദിവസം പിന്നിടുമ്പോൾ മികച്ച കളക്ഷനോട് കൂടി തന്നെ മുന്നേറുകയാണ്. ഇന്ന് ചിത്രം 15ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെയുള്ള ചിത്രത്തിന്റെ ട്രാക്ക്ഡ് കേരള കളക്ഷൻ 25 ലക്ഷം രൂപയാണ്. ഇതോടെ 15 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 15 കോടിക്ക് മുകളിൽ നേടാൻ ഒരുങ്ങുകയാണ്. മമ്മൂക്ക ആരാധകരെ സംബന്ധിച്ചും സിനിമാ പ്രേമികളെ സംബന്ധിച്ചും ഇന്നൊരു പ്രത്യേക ദിവസമാണ്. കഴിഞ്ഞ കൊല്ലം മെയ് 23-ാം തീയതിയായിരുന്നു വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂക്കയുടെ ടെർബോ എന്ന മാസ് ആക്ഷൻ കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രം റിലീസായത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ കടുത്ത ഡീഗ്രേഡിംഗ് ഏറ്റുവാങ്ങിയ ചിത്രം മികച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ചതുകൊണ്ട് തന്നെ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 72 കോടിക്ക് മുകളിലാണ് അന്ന് കളക്ട് ചെയ്തത്. കേരള ബോക്സ് ഓഫീസിൽ 36 കോടി രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ 31 കോടി 60 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ടെർബോ ഇറങ്ങി 1 വർഷം ആകുമ്പോൾ ആഘോഷിക്കുകയാണ് ആരാധകരും സിനിമാ പ്രേമികളും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ നിങ്ങളുടെ ഇഷ്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.